നമസ്തേ. ഇവിടെ യോഗയെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് നിലകൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് യോഗ. യോഗയിൽ തന്നെ ഒട്ടനവധി വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആൾക്കാർ ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഭാഷാഭേദമന്യേ അതല്ലെങ്കിൽ അവരുടെ വിശ്വാസം, സംസ്കാരം, അതല്ലെങ്കിൽ അവർ ഏത് പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന സാധാരണക്കാർ തൊട്ട് സ്റ്റേറ്റിൻ്റെ ഉയർന്ന നിലയിലിരിക്കുന്നവർ വരെ ഇന്ന് പരിശീലിക്കുന്ന ഒരു സാംസ്കാരിക പദ്ധതി അത് തന്നെയാണ് യോഗ. യോഗയുടെ ഉറവിടം നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിലാണ്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ള ഈ യോഗ പദ്ധതി ഒരു മനുഷ്യനെ അവൻ്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലയിൽ, അതായത് ദൈവതുല്യമായിട്ടുള്ള ആ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പല പല ഘട്ടങ്ങളായിട്ട് അതിനെ തരംതിരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പൊതുവേ നമ്മുടെ നാട്ടിലെല്ലാം യോഗ എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഹഠയോഗ എന്ന ഒരു പദ്ധതിയാണ്. ഈ ഹഠയോഗയിൽ പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ ശുദ്ധി, നാഡീഞരമ്പുകളുടെ ശക്തി വർദ്ധിപ്പിച്ച് ശരീരത്തെ പൂർണ്ണമായും രോഗമില്ലാത്ത അവസ്ഥയിൽ നിലനിർത്തുന്ന അതിനുള്ള പദ്ധതികളാണ്. അതിൽ യോഗ ആസനങ്ങൾ വരും. അത് തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ആരോഗ്യ അവസ്ഥയിൽ നിലനിർത്താൻ സാധിക്കും, ശരിയായ രീതിയിൽ പരിശീലിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ശ്വാസ നിയന്ത്രണം, വ്യായാമങ്ങൾ, പ്രാണായാമം, അത് നാഡീശുദ്ധിക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ മനസ്സിൻ്റെ ശാന്തത നിലനിർത്തുവാനും ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനുമെല്ലാം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ആളുകൾ ഒട്ടനവധി പ്രശ്നങ്ങൾ, സ്ട്രെസ്ഫുൾ ലൈഫിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. അപ്പോൾ ഇവർക്കെല്ലാം പറ്റുന്ന ഒരു സംഭവമാണ് ഈ പ്രാണായാമം. അതും വളരെ നല്ലൊരു അധ്യാപകൻ്റെ കീഴിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. പ്രാണായാമവും ആസനവും ഇത് രണ്ടും മാത്രം ചെയ്താൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെ മാറ്റങ്ങളുണ്ടാകും. ശാരീരികമായിട്ട് വളരെയധികം ഉന്മേഷം, രോഗമില്ലാത്ത ഒരവസ്ഥ, കൂടുതൽ കാര്യങ്ങൾ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യാനുള്ള ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു സെൽഫ് മോട്ടിവേഷൻ എല്ലാം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹഠയോഗയ്ക്ക് ഇത്രയധികം പ്രാധാന്യം ഇന്ന് ലോകമെമ്പാടും വന്നിരിക്കുന്നത്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പരിശീലിക്കുന്ന ഒരു വ്യായാമമാണ് യോഗാസനങ്ങൾ, അതുപോലെ തന്നെ പ്രാണായാമം. പിന്നെ അതിൻ്റെ അടുത്ത പടിയായിട്ട് ധ്യാനം, മെഡിറ്റേഷൻ ടെക്നിക്കുകളൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. യഥാർത്ഥത്തിൽ യോഗാസനം, പ്രാണായാമം പതിവായിട്ട് വേണ്ട രീതിയിൽ പരിശീലിക്കുന്ന ഒരു വ്യക്തി നാച്ചുറലി ധ്യാനാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അയാൾ ഏതുതരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ആ ഒരു ബാക്ക് സപ്പോർട്ടോടുകൂടി മനസ്സിൻ്റെ ശാന്തത നിലനിർത്തിക്കൊണ്ട് ഏതാണ്ട് ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. എന്നാൽ കൂടിയും നമ്മുടെ സമൂഹത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ, അതല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ആളുകളുടെ ഒരു സ്വഭാവ രീതികളൊക്കെ വെച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ചില എപ്പോഴും 100%
ആ ഒരു അവസ്ഥയിൽ നിൽക്കണം എന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. കാര്യം നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രതികരിക്കാനുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. യോഗ പഠിച്ചു എന്ന് കരുതി ഒരാൾ ഒന്നിനോടും താല്പര്യമില്ലാതെ അല്ലെങ്കിൽ പ്രതികരണശേഷിയൊന്നുമില്ലാതെ അങ്ങനെ ഒരു സന്യാസ അവസ്ഥയിൽ ജീവിച്ചു പോകണം എന്നല്ല അർത്ഥമാക്കുന്നത്. കാര്യം ഇന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ മേഖലകളിലും ഇന്ന് വർക്ക് ചെയ്യുന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ സ്റ്റുഡൻസ് ആയാലും അവരെല്ലാവരും യോഗ പരിശീലിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സമയം യോഗ പരിശീലനത്തിനായിട്ട് അവർ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവരവരുടെ ജോലികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ അവർക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഘടയോഗയിലെ ഏതാനും സെലക്ട് ചെയ്ത ആസനങ്ങൾ ഓരോരുത്തർക്ക് യോജിക്കുന്ന രീതിയിൽ തിരഞ്ഞെടുത്ത് അത് പരിശീലിക്കുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് പ്രാണായാമം ഇതെല്ലാം ചെയ്തു വരുമ്പോൾ തന്നെ നമുക്ക് സ്വയം ഒരു മോട്ടിവേഷനും ഐഡിയയും എല്ലാം കിട്ടും. പിന്നീട് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് ജീവിതത്തിലെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും നല്ലൊരു ഫൗണ്ടേഷൻ ജീവിതത്തിൽ കിട്ടാനും കോൺഫിഡൻറ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനും എല്ലാം സാധിക്കും. അപ്പോൾ യോഗാസനങ്ങൾ പ്രാണായാമങ്ങളെല്ലാം എല്ലാവരും പഠിക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായവും ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. എല്ലാവരെയും യോഗ പരിശീലനത്തിനായിട്ട് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.